നമസ്കാരം. ജനീവയിൽ നയതന്ത്ര ചർച്ച പുരോഗമിക്കുന്നതിനിടെ ഇസ്രയേലിൽ ഇറാന്റെ മിന്നലാക്രമണം. ടെൽ-അവീവിലും ജെറുസലേമിലും വൻ സ്ഫോടന ശബ്ദം കേട്ടതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹൈഫയിൽ ആക്രമണത്തിൽ 20-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 3 പേരുടെ നില ഗുരുതരമാണ്. ഇതിലൊരാൾ 16 വയസ്സുള്ള ആൺകുട്ടിയാണ്. മറ്റു 2 പേർ 40-കാരനും 54-കാരനുമാണെന്ന് BBC റിപ്പോർട്ട് ചെയ്തു. 20 പേർക്ക് നിസ്സാര പരിക്കേറ്റു. കർമിയയിലെ ഒരു ഷെൽട്ടറിൽ 51 വയസ്സുള്ള സ്ത്രീ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചുവെന്നും റിപ്പോർട്ടുണ്ട്. ഇസ്രയേലിന്റെ വിവിധ ഭാഗങ്ങളിലായി 6 മിസൈലുകളാണ് പതിച്ചത്. 39 മിസൈലുകളാണ് ഇറാൻ ആകെ അയച്ചതെന്ന് ചാനൽ 12 റിപ്പോർട്ട് ചെയ്തു. അതേസമയം നിലവിലെ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് ടെഹ്റാനിലെ എംബസിയിൽ നിന്ന് ജീവനക്കാരെ ബ്രിട്ടൻ പിൻവലിച്ചു. നേരത്തെ ഇസ്രയേലിലെ എംബസിയിൽ നിന്നും കോൺസുലേറ്റിൽ നിന്നും ജീവനക്കാരുടെ കുടുംബാംഗങ്ങളെ UK പിൻവലിച്ചിരുന്നു. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം ലോകത്തെ ഒരു പ്രതിസന്ധിയിലേക്ക് നയിക്കുകയാണെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് സുരക്ഷാ സമിതിയുടെ ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞു. ആർക്കും നിയന്ത്രിക്കാനാവാത്ത തീയായി ഈ സംഘർഷം പടരാം. ഇറാന്റെ ആണവ പദ്ധതിയാണ് പ്രതിസന്ധിയുടെ കാതലെന്ന് അദ്ദേഹം പറഞ്ഞു. തങ്ങൾ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നില്ലെന്ന് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കി. എന്നാൽ വിശ്വാസത്തിന്റെ ഒരു വിടവുണ്ടെന്ന് നമ്മൾ അംഗീകരിക്കണം. ഏറ്റുമുട്ടൽ അവസാനിപ്പിച്ച് ചർച്ചകളിലേക്ക് മടങ്ങണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കില്ലെന്ന് ഇസ്രായേൽ UN സുരക്ഷാ കൗൺസിലിൽ വ്യക്തമാക്കി. ഇറാനെതിരെ ദീർഘകാല പോരാട്ടത്തിന് തയ്യാറെടുക്കാൻ ഇസ്രായേൽ സൈനിക മേധാവി ഇയാൽ സമീർ ജനങ്ങളുടെ ആഹ്വാനവും ചെയ്തു. അതേസമയം സംഘർഷത്തിൽ അമേരിക്ക ഇടപെട്ടാൽ സാഹചര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്ന് ഇറാന്റെ UN അംബാസഡർ മുന്നറിയിപ്പ് നൽകി. അമേരിക്കയുടെ ഇടപെടൽ അധിനിവേശമായി കണക്കാക്കുമെന്നും മേഖലയിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും അംബാസഡർ പറഞ്ഞു. ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുന്നത് ആപത്കരമാണെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതി മേധാവി റാഫേൽ മരിയാനോ ഗ്രോസി പറഞ്ഞു. ബുഷെഹർ ആണവ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടന്നാൽ ടെഹ്റാൻ ജനതയ്ക്ക് അപകടം ചെയ്യും. സുരക്ഷ അനുകൂലമായാൽ ഇറാനിലെത്തി ആണവ നിലയങ്ങളുടെ പരിശോധന നടത്താൻ സന്നദ്ധമാണെന്നും ഗ്രോസി പറഞ്ഞു. UN രക്ഷാസമിതിയിൽ ഇസ്രായേലിനെതിരെ രൂക്ഷ വിമർശനമാണ് ചൈന ഉന്നയിച്ചത്. ഇറാന്റെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും നേരെ അന്താരാഷ്ട്ര ചട്ടങ്ങൾ മറികടന്നുള്ള ആക്രമണമാണ് നടന്നത്. മേഖലയുടെ സുരക്ഷയ്ക്ക് ഇത് വലിയ ഭീഷണിയാണെന്നും ചൈനീസ് പ്രതിനിധി പറഞ്ഞു. ഇറാൻ-ഇസ്രായേൽ സംഘർഷം ലഘൂകരിക്കാൻ ജനീവയിൽ നയതന്ത്ര ചർച്ചകൾ പൂർത്തിയായി. UK, ഫ്രഞ്ച്, ജർമ്മൻ വിദേശകാര്യമന്ത്രിമാർ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായി ചർച്ച നടത്തി. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ നയതന്ത്ര പരിഹാരം കാണാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി യോഗത്തിന് മുന്നോടിയായി പറഞ്ഞതായി BBC റിപ്പോർട്ട് ചെയ്തു. ഇറാനെതിരെ സൈനിക നടപടി വേണമോ എന്ന് അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനിക്കാമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കെ ഈ സമയപരിധി നിർണായകമായി തീർന്നിരിക്കുകയാണ്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ യൂറോപ്യൻ നേതാക്കളുമായി നേരത്തെ ചർച്ച നടത്തിയിരുന്നു. UK വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി, അമേരിക്കയിലെ ബ്രിട്ടീഷ് അംബാസഡർ ലോർഡ് പീറ്റർ മൻഡൽസൺ എന്നിവർ മാർക്കോ റൂബിയോയുമായും വൈറ്റ് ഹൗസ് പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫുമായും 3/4 മണിക്കൂറോളം കഴിഞ്ഞ രാത്രിയിൽ വാഷിംഗ്ടണിൽ വെച്ച് സംസാരിച്ചതായി BBC റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം അമേരിക്കയുമായി നേരിട്ട് ചർച്ച നടത്തുന്നതിനോട് ഇറാൻ വിമുഖത പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ അതുകൊണ്ട് അവരുമായി നയതന്ത്ര ചർച്ചയ്ക്കില്ലെന്നുമാണ് യൂറോപ്പിലേക്ക് തിരിക്കും മുമ്പ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞത്. ഈ കുറ്റകൃത്യത്തിലെ ഒരു പങ്കാളി എന്ന നിലയിൽ അമേരിക്കയുമായി ഞങ്ങൾക്ക് ഒന്നും സംസാരിക്കാനില്ല എന്നായിരുന്നു ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത്. ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകൾക്കും തയ്യാറല്ലെന്നാണ് ഇറാന്റെ നിലപാട്. ചർച്ചകൾ ആണവ പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ചായിരിക്കും. ആണവ സമ്പുഷ്ടീകരണം പദ്ധതി പരിമിതപ്പെടുത്താൻ ഇറാൻ തയ്യാറാകുമെങ്കിലും പൂർണ്ണമായി അതിൽ നിന്ന് പിന്മാറില്ലെന്നും ഇറാൻ നയതന്ത്രജ്ഞർ വ്യക്തമാക്കുന്നു. ഇസ്രായേലിലെ ആക്രമണം അവസാനിപ്പിക്കാതെ ചർച്ചയില്ലെന്ന നിലപാടും ഇറാൻ സ്വീകരിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യ യുദ്ധത്തിൻ്റെയും അസ്ഥിരതയുടെയും അഗാധഗർത്തത്തിലേക്ക് കോപ്പുകുത്തുകയാണെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകി. ഇറാനെതിരെ യുദ്ധത്തിന് പുറപ്പെടരുതെന്ന് റഷ്യ കഴിഞ്ഞ ദിവസം ട്രംപിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതിയിൽ നിന്ന് ട്രംപ് പിന്നോക്കം പോയെന്നാണ് കരുതപ്പെടുന്നത്. ഇറാനിലെ ഫോർദോ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം തകർക്കാൻ ആണവ ആക്രമണം അല്ലാതെ വഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ പദ്ധതി ഉപേക്ഷിച്ചതായിട്ടാണ് സൂചന. ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഫോർദോയെ തകർക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇസ്രായേലിലെ യുദ്ധത്തിൽ പങ്കാളിയാകുന്നതിൽ അർത്ഥമുള്ളൂവെന്ന് ട്രംപ് തന്റെ പ്രതിരോധ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കി. എന്തായാലും തൽക്കാലം നയതന്ത്ര പരിഹാരത്തിനാണ് മുൻകൈ.